വാർത്താസന്ധ്യ വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വ്യവസായി ഡി മണിയെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം തമിഴ്നാട് ദിണ്ടിഗലിലെത്തിയാണ് ചോദ്യം ചെയ്തത്. താൻ ഡി മണിയല്ലെന്നും തന്റെ പേര് സുബ്രമണി എന്നാണെന്നും വ്യവസായി അവകാശപ്പെട്ടു. എന്നാൽ SIT സംഘം ചോദ്യം ചെയ്തത് ഡി മണിയെ തന്നെയാണെന്ന് പ്രവാസി വ്യവസായി സ്ഥിരീകരിച്ചു. ദിണ്ടിഗലിലെ റൗണ്ട് റോഡിലുള്ള ഡി മണിയുടെ സ്ഥാപനമായ MSRD കെട്ടിടത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. രാവിലെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഉച്ചവരെ നീണ്ടു. താൻ ഉപയോഗിക്കുന്ന നമ്പർ മറ്റൊരാളുടെ പേരിലുള്ളതാണെന്നും അതിനെക്കുറിച്ചാണ് അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചതെന്നും ഡി മണി 24-നോട് പറഞ്ഞു. என்னோட நம்பர் யாரும் மிஸ்யூஸ் பண்ணிருக்காங்க, அவ்வளவுதான். அதை வச்சு என்ன என்கொயரி பண்ணாங்க. வேற எந்த தொந்தரவும் அவங்க யாரும் பண்ணல. சரி, என்னோட நம்பர் வந்து இன்னொருத்தர் பேர்ல இருக்கு. அவரு யார்கிட்ட பேசியிருக்காரு. அந்த நம்பர் வெரிஃபை வந்துட்டு பண்றாங்க. மற்றபடி அவங்க எந்த டிஸ்டர்பன்ஸும் என்ன பண்ணல. அவங்க ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയ ഡി മണി വീണ്ടും മാധ്യമങ്ങളെ കണ്ടു. SIT അന്വേഷിച്ചത് തന്നെയല്ലെന്നും തന്റെ പേര് സുബ്രമണി എന്നാണെന്നും ഡി മണി പറഞ്ഞു. തനിക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ്, സ്വർണ്ണ വജ്ര വ്യാപാരങ്ങളില്ല. IT റിട്ടേൺസ് അടക്കമുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറിയെന്നും ഡി മണി. உங்க பேர் என்ன கேட்டாங்க ஃபர்ஸ்ட். அதுக்கப்புறம் என்ன பிசினஸ் பண்றாங்க கேட்டாங்க. IT கேட்டாங்க. ஒன்னொன்னா அது இன்கம் டாக்ஸ் மாதிரியே எல்லாம் கேட்டாங்க. அவங்க எதுக்கு வந்தாங்க இன்னும் புரியவே இல்லை. டி மணின்னு கேட்டாங்க. இல்லைங்க நான் MS பண்ணி ஃபுல் நேம் சுப்ரமணி. உங்க பேரு, அதாவது உங்க பேரு, உங்க சிம் வந்து, அதாவது உங்க என்னோட நம்பர் எனக்கு தெரியும், யாரை சொல்லியிருப்பாங்க தெரியுது. അതേസമയം SIT ചോദ്യം ചെയ്തത് ഡി മണിയെ തന്നെയാണെന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘത്തിന് ബന്ധമുണ്ടെന്ന് മൊഴി നൽകിയ പ്രവാസി വ്യവസായി സ്ഥിരീകരിച്ചു. ചിത്രം കണ്ടതിന് ശേഷമാണ് സ്ഥിരീകരണം. ഡി മണിയുടെ സുഹൃത്തായ ശ്രീകൃഷ്ണനെ ഇന്നലെയും ഇന്നും SIT ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഡി മണിയെ ചോദ്യം ചെയ്തത്. രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്നാണ് സൂചന. 24 ചെന്നൈ. കേരളത്തിലെ ആദ്യത്തെ BJP മേയറായി VV രാജേഷ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 100-അംഗ കൗൺസിലിൽ 51 വോട്ട് നേടിയാണ് രാജേഷിന്റെ വിജയം. ഡെപ്യൂട്ടി മേയറായി GS ആശാനാഥിനെയും തെരഞ്ഞെടുത്തു. സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ R ശ്രീലേഖ ഇറങ്ങിപ്പോയി. മേയർ തെരഞ്ഞെടുപ്പിൽ തർക്കമില്ലെന്നും വിവാദമുണ്ടാക്കുന്നത് മാധ്യമങ്ങളാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് ചരിത്ര നിമിഷം. കേരളത്തിൽ BJPക്ക് ലഭിച്ച ആദ്യ മേയർ പദവിയിൽ ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് VV രാജേഷ് അധികാരമേറ്റു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് VV രാജേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 50 വോട്ട് നേടിയാണ് VV രാജേഷ് വിജയിച്ചത്. കണ്ണമൂലയിൽ നിന്നുള്ള സ്വതന്ത്രൻ രാധാകൃഷ്ണൻ BJPക്ക് വോട്ട് ചെയ്തു. പൗണ്ടുകടവ് ഡിവിഷനിൽ നിന്ന് ജയിച്ച കോൺഗ്രസ് വിമതൻ സുധീഷ് കുമാർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. LDF സ്ഥാനാർത്ഥി RP ശിവജിക്ക് 29 വോട്ടും UDF സ്ഥാനാർത്ഥി KS ശബരിനാഥന് 17 വോട്ടും ലഭിച്ചു. UDFന്റെ 2 വോട്ടുകൾ അസാധുവായി. 51 അംഗങ്ങളുടെ പിന്തുണയോടെ GS ആശനാഥ് ഡെപ്യൂട്ടി മേയറായും ചുമതലയേറ്റു. വയോജനങ്ങൾക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ 50 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് മേയറുടെ ആദ്യ പ്രഖ്യാപനം. 101 കൗൺസിലർമാരോടും പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അവരവരുടെ വാർഡുകളിലും കോർപ്പറേഷൻ മുഴുവനായും നടപ്പിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവരിൽ നിന്നും നിർദ്ദേശം സ്വീകരിക്കണമെന്നുള്ള ഉപദേശം നൽകിയാണ് രാജീവ് ചന്ദ്രശേഖർജി ഞങ്ങളെ അയച്ചത്. സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നതിനിടെ കൗൺസിൽ ഹാളിൽ നിന്ന് R ശ്രീലേഖ തിരികെ പോയി. സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയെന്നാണ് വിശദീകരണം. മേയറെ തിരഞ്ഞെടുത്തതിൽ തർക്കമില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഞങ്ങളുടെ പാർട്ടിയിൽ എത്രയോ പേരുണ്ട്, ക്വാളിഫൈഡും പ്രവർത്തിക്കാൻ കഴിവുള്ള എത്രയോ ലീഡേഴ്സ് ഉണ്ട്. എല്ലാവർക്കും കഴിവുണ്ട്. പക്ഷേ ഈ പ്രോസസ്സിൽ നമുക്കറിയാലോ, ഒരു കോർപ്പറേഷനിൽ ഒരു മേയർ മാത്രമല്ലല്ലോ. അതേസമയം കൗൺസിൽ അംഗങ്ങൾ ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് CPIM അറിയിച്ചു. ആര്യ രാജേന്ദ്രൻ മേയറായിരിക്കെ ഉണ്ടായ അഴിമതി ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് മുൻ കൗൺസിലർ ശ്രീകുമാർ മേയർക്ക് പരാതി നൽകി. 24 തിരുവനന്തപുരം. തൃശൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനം പണം വാങ്ങി വിറ്റെന്ന് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണവുമായി കൗൺസിലർ ലാലി ജെയിംസ്. മേയർ സ്ഥാനത്ത് നിന്ന് തന്നെ തടഞ്ഞതിൽ പൊട്ടിത്തെറിച്ചാണ് ലാലി ജെയിംസിന്റെ പ്രതികരണം. ലാലി ജെയിംസിനെതിരെ കോൺഗ്രസ് നേതൃത്വം നടപടിയെടുത്തേക്കും. വിവാദങ്ങൾക്കിടെ ഡോക്ടർ നിജി ജസ്റ്റിനെ മേയറായും ഡെപ്യൂട്ടി മേയറായി A പ്രസാദിനെയും തെരഞ്ഞെടുത്തു. ആദ്യഘട്ടത്തിൽ തന്റെ പേര് മേയർ സ്ഥാനത്തേക്ക് ഉയർന്നെങ്കിലും അവസാന ദിവസങ്ങളിൽ അട്ടിമറിക്കപ്പെട്ടെന്നാണ് ലാലി ജെയിംസിന്റെ ആക്ഷേപം. പണം വാങ്ങി മേയർ പദം വിറ്റെന്ന നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണം. വിശ്വസിക്കാവുന്ന പല കേന്ദ്രങ്ങളിൽ നിന്നും എന്നെ വിളിച്ചറിയിച്ചതാണ്. പൈസയുടെ ഇടപാട് നടക്കുന്നു, ആർക്കൊക്കെ കൊടുക്കണ്ടേ, എവിടേക്കാണ് കൊടുക്കണ്ടേ എന്നുള്ളത് ഭർത്താവ് തന്നെ പല ആളുകളോടും
ചോദിക്കുന്നു എന്നുള്ള വാർത്ത അപ്പം എന്നെ അറിയിച്ചിരുന്നു ആളുകൾ. ചില കേന്ദ്രങ്ങളിൽ അവർ പോയിട്ട് ചോദിക്കുകയാണ് ആർക്കാണ് എത്ര പേർക്ക് കൊടുക്കണം, ആർക്കൊക്കെ കൊടുക്കണം എന്നുള്ള കണക്കെടുപ്പ് നടത്തിയ വ്യക്തികൾ തന്നെ എന്നെ വിളിച്ചറിയിക്കുകയാണ് ഞങ്ങളോടാണ് ചോദിച്ചത് ആർക്കൊക്കെ കൊടുക്കേണ്ടതെന്നുള്ളതെന്നൊക്കെ പറയുന്നു. 4 തവണ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട തന്നെ ചതിച്ചെന്നും ഇനി ഒരു പദവിയിലേക്കുമില്ലെന്നും ലാലി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനും ദീപാദാസ് മുൻഷിക്കും കഷ്ടപ്പെട്ടവരെക്കുറിച്ച് അറിയില്ലെന്നും ലാലി ജെയിംസിന്റെ വിമർശനം. ആരോപണങ്ങൾക്ക് നേതൃത്വം മറുപടി പറയുമെന്നാണ് മേയർ ഡോക്ടർ നിജി ജസ്റ്റിന്റെ പ്രതികരണം. ഈ വിവാദങ്ങളെല്ലാം ഫേസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. അപ്പോൾ വിവാദങ്ങളിലൊന്നും നമ്മൾ പകയ്ക്കുന്ന ഒരാളല്ല. ഞാൻ പറഞ്ഞു 27 വർഷമായിട്ട് ഞാൻ ഈ പാർട്ടിയിൽ ഇവിടെ തന്നെ ഉണ്ട്. എനിക്ക് സ്ഥാനമാനങ്ങൾ വരും പോകും. ഇതൊന്നും ശാശ്വതമായിട്ടുള്ള കാര്യങ്ങളല്ല. ഇതൊന്നും പാർട്ടി പറഞ്ഞോളൂ, ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. ലാലി ജെയിംസിനെതിരെ നടപടിക്ക് DCC നേതൃത്വം ആലോചിക്കുന്നുവെന്നാണ് വിവരം. ആർക്കാ ഒരു പെട്ടി കൊടുത്തത്? 4 പ്രാവശ്യം നിന്നില്ലേ? മേയറിന് കാശ് മേടിക്കാന്നുണ്ടെങ്കിൽ കൊടുക്കണേലും മേടിച്ചൂടെ? അപ്പോൾ അവരാർക്കാണ് ഈ 4 പ്രാവശ്യം പെട്ടി കൊടുത്തതെന്ന് അവർ വ്യക്തമാക്കട്ടെ. ഇതിനിടെ വിപ്പ് കൈപ്പറ്റിയെങ്കിലും മേയർ തെരഞ്ഞെടുപ്പിൽ ലാലി ജെയിംസ് വോട്ട് ചെയ്തു. അതേസമയം പണം വാങ്ങി മേയർ പദവി നൽകിയെന്ന ലാലി ജെയിംസിന്റെ ആരോപണത്തിൽ പൊതുപ്രവർത്തകനായ വിമൽ KK വിജിലൻസിന് പരാതി നൽകി. 24 തൃശൂർ. കോൺഗ്രസിലെ തർക്കങ്ങൾക്കിടയിലാണ് കൊച്ചി കോർപ്പറേഷൻ മേയറായി VK മിനിമോളും ഡെപ്യൂട്ടി മേയറായി ദീപക് ജോയും തെരഞ്ഞെടുക്കപ്പെട്ടത്. ഒരു സ്വതന്ത്രന്റെ അടക്കം പിന്തുണ UDF നേടി. VK മിനിമോൾ ചുമതലയേൽക്കുന്ന ചടങ്ങിൽ ദീപ്തി മേരി വർഗീസ് പങ്കെടുത്തില്ല. മേയർ തെരഞ്ഞെടുപ്പിൽ താൻ ഇടപെട്ടിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സ്ഥാനത്തേക്ക് നിൽക്കുന്നത് അഡ്വക്കേറ്റ് മിനിമോൾ വിജയാണ്. അംഗ കൊച്ചി കോർപ്പറേഷനിൽ ഒരു സ്വതന്ത്രന്റെ ഉൾപ്പെടെ 48 പേരുടെ പിന്തുണയാണ് തെരഞ്ഞെടുപ്പിൽ VK മിനിമോളിനും ദീപക് ജോയ്ക്കും ലഭിച്ചത്. മിനിമോൾ മേയർ സ്ഥാനത്ത് 2.5 വർഷവും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്ത് ദീപക് ജോയ്ക്ക് 2 വർഷവുമാണ് ടേം. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കുമെന്ന് VK മിനിമോൾ. കൊച്ചിയിലെ ജനങ്ങൾ വൻ ഭൂരിപക്ഷത്തോടു കൂടി UDFനെ അധികാരത്തിലേക്ക് ഏറ്റിരിക്കുന്നത് അവരുടെ സ്വപ്നങ്ങൾ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് UDF ഒറ്റക്കെട്ടായി കൊച്ചിയുടെ ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോകും. മേയറെ നിശ്ചയിച്ചതിനെ ചൊല്ലി എതിർപ്പുന്നയിച്ച ദീപ്തി മേരി വർഗീസ് വോട്ടെടുപ്പിൽ പങ്കെടുത്തു. എന്നാൽ VK മിനിമോൾ ചുമതലയേൽക്കുന്ന ചടങ്ങിൽ ദീപ്തി മേരി വർഗീസ് പങ്കെടുത്തില്ല. മേയറെ നിശ്ചയിച്ചതിൽ KPCC മാനദണ്ഡം പാലിച്ചില്ലെന്ന പരാതിയിൽ നിന്ന് പിന്മാറിയിട്ടില്ലെന്ന് ദീപ്തി. KPCCയുടെ മാനദണ്ഡങ്ങളെക്കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ല, അതൊന്നും ഇന്നിപ്പോൾ പറയുന്നില്ല. അതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ നിന്നൊന്നും പിന്മാറിയിട്ടൊന്നുമില്ല. അതേസമയം മേയർ നിശ്ചയിക്കുന്നതിൽ താൻ ഇടപെട്ടിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. ഇവിടെ കോർപ്പറേഷനിൽ VD സതീശൻ ഇറങ്ങി ഞാൻ പ്രതിപക്ഷ നേതാവാണ്, എൻ്റെ ജില്ലയാണെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ മേയർ ഇന്നയാളാക്കണം എന്ന് എനിക്ക് പറയാൻ പാടില്ല. ഞാൻ ഇടപെടാൻ പാടില്ല അതിൻ്റെ അകത്ത്. തെരഞ്ഞെടുപ്പിന് പിന്നാലെ പുതിയ മേയറെ അനുമോദിക്കുന്ന ചടങ്ങിൽ കീഴ്വഴക്കം ലംഘിച്ചെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കക്ഷി നേതാക്കളെ സംസാരിക്കാൻ അനുവദിച്ചില്ലെന്നാണ് ആക്ഷേപം. 24 കൊച്ചി. UDF ഭരണം നിലനിർത്തിയ കണ്ണൂരിൽ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ മേയറുടെ വോട്ട് അസാധുവായി. UDF ആദ്യമായി അധികാരത്തിലെത്തിയ കൊല്ലം കോർപ്പറേഷനിൽ കോൺഗ്രസിന്റെ MK ഹഫീസ് മേയറായി സത്യപ്രതിജ്ഞ ചെയ്തു. സംസ്ഥാനത്ത് LDFന് ലഭിച്ച ഏക കോർപ്പറേഷനായ കോഴിക്കോട്ട് O സദാശിവൻ മേയറായി സത്യപ്രതിജ്ഞ ചെയ്തു. കണ്ണൂർ കോർപ്പറേഷനിൽ 56 കൗൺസിലിൽ 36 UDF അംഗങ്ങളും P നിരയെ പിന്തുണച്ചു. LDFന്റെ VK പ്രകാശിനിക്ക് 15 വോട്ടും NDAയുടെ അർച്ചന വണ്ടിച്ചാലിന് 4 വോട്ടും ലഭിച്ചു. SDPI വോട്ട് അസാധുവായി. ഡെപ്യൂട്ടി മേയറായി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KP താഹിർ തിരഞ്ഞെടുക്കപ്പെട്ടു. താഹിറിന് 35 വോട്ട് കിട്ടിയപ്പോൾ മേയർ P നിരയുടെ വോട്ട് അസാധുവായി. കോഴിക്കോട് കോർപ്പറേഷൻ മേയറായി LDFന്റെ O സദാശിവനെ തിരഞ്ഞെടുത്തു. 33 വോട്ടാണ് O സദാശിവന് ലഭിച്ചത്. UDFന് 28 വോട്ട് ലഭിച്ചു. 2 വോട്ട് അസാധുവായി. കോഴിക്കോട് ഡെപ്യൂട്ടി മേയറായി LDFന്റെ ഡോക്ടർ S ജയശ്രീ വിജയിച്ചു. LDFന് 35 വോട്ടും UDFന്റെ ഫാത്തിമ തെഹ്ലിയ 28 വോട്ടും നേടി. NDAക്ക് ലഭിച്ചത് 13 വോട്ട്. കൊല്ലം കോർപ്പറേഷൻ മേയറായി UDFന്റെ MK ഹഫീസ് 27 വോട്ട് നേടി വിജയിച്ചു. LDFന്റെ PJ രാജേന്ദ്രന് 16 വോട്ട് ലഭിച്ചു. UDFന്റെ ഡോക്ടർ ഉദയ സുകുമാരൻ 27 വോട്ട് നേടി ഡെപ്യൂട്ടി മേയറായി. LDFന് 16 വോട്ട് മാത്രമാണ് ലഭിച്ചത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24.
പാലാ നഗരസഭയെ ഇനി 21-കാരി ദിയ പുളിക്കക്കണ്ടം നയിക്കും. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയായാണ് ദിയ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ പാലാ നഗരസഭയിൽ വാക്കേറ്റമുണ്ടായി. പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. പാലാ നഗരസഭാ അധ്യക്ഷ സ്ഥാനത്ത് 21-ന്റെ ചെറുപ്പം. നഗരസഭയുടെ 22ാമത് ചെയർപേഴ്സണായാണ് ദിയ പുളിക്കക്കണ്ടം ചുമതലയേറ്റത്. 2023 ജോസ് കെ മാണിയുടെ എതിർപ്പിനെ തുടർന്ന് അധ്യക്ഷ സ്ഥാനം ബിനു പുളിക്കക്കണ്ടത്തിന് നഷ്ടമായിരുന്നു. പൊളിറ്റിക്സ് അല്ലേ, ഇതൊരു കോയിൻസിഡൻസ് ആണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ അച്ഛൻ്റെ വാക്ക് കടമെടുത്ത് കാലം കാത്തുവെച്ചൊരു കാവ്യനീതി എന്ന് തന്നെ ഇതിന് പറയാം. ഒത്തിരി സന്തോഷം തോന്നുന്നു. നഗരസഭയുടെ വികസനത്തിന് തന്റെ മനസ്സിൽ പദ്ധതികൾ നിരവധിയെന്ന് ദിയ 24നോട് പറഞ്ഞു. ഒപ്പം തുടർ പഠനത്തിനുള്ള ആഗ്രഹവും ദിയ പങ്കുവച്ചു. ഒത്തിരി പ്രോജക്ട്സ് പകുതി വഴിക്ക് വന്ന് മുടങ്ങിക്കിടക്കുന്ന ഒരു നഗരസഭയാണ്. ആ പ്രോജക്ട്സ് ഒന്നുകൂടി എടുത്ത് അതിൻ്റെ ബാക്കിക്ക് നോക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പുതിയ പ്രോജക്ട്സ് ആണെങ്കിലും അത് അടിത്തറയിട്ട് തുടങ്ങണം. ഇനി വരുന്ന ആൾക്കാർക്ക് അതൊരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ എടുത്തിടണം എന്നുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് ദിയ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ദിയയുടെ പിതാവ് ബിനു പുളിക്കക്കണ്ടവും പിതൃ സഹോദരൻ ബിജു പുളിക്കക്കണ്ടവും സ്വതന്ത്രരായി വിജയിച്ചിരുന്നു. 1985 ശേഷം നഗരസഭയിൽ ആദ്യമായാണ് കേരള കോൺഗ്രസ് എം പ്രതിപക്ഷത്തിരിക്കുന്നത്. 24 കോട്ടയം. വാർത്താസന്ധ്യയിലേക്ക് വീണ്ടും. വയനാട് പനവല്ലി അപ്പപ്പാറയിൽ കാട്ടാനാക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടു. ചെറുമാതൂർ ഉന്നതിയിലെ ചാന്ദിനിയാണ് മരിച്ചത്. വനഭാഗത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. പനവല്ലി അപ്പപ്പാറ റോഡിനോട് ചേർന്നുള്ള വനത്തിൽ നിന്നാണ് മൃതദേഹം ലഭിച്ചത്. വനംവകുപ്പ് വാച്ചർമാരാണ് മൃതദേഹം കണ്ടത്. മാനസികാസ്വാസ്ഥ്യമുള്ള ചാന്ദിനി രാത്രി കാട്ടിലേക്ക് ഇറങ്ങിപ്പോയതായാണ് സംശയിക്കുന്നത്. മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് സൂചന. രാത്രി വീട്ടിൽ നിന്ന് ചെറിയൊരു അഭിപ്രായ വ്യത്യാസത്തിന്റെ ഭാഗമായി ഇറങ്ങി പനവല്ലി ഉള്ള മകളുടെ വീട്ടിലേക്ക് പോകുകയായിരുന്നു എന്നാണ് വിവരം കിട്ടിയത്. രാത്രി 12 മണിയോടുകൂടിയാണ് അതിലെ നടന്നത്. മെയിൻ റോഡാണെങ്കിലും പൂർണ്ണമായും ഫോറസ്റ്റിലൂടെ പോകുന്നൊരു വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാട്ടാനയുടെ ആക്രമണത്തിൽ രാത്രി മരണപ്പെട്ടു എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ളൊരു നിഗമനം. കമ്പളക്കാട് പറളിക്കുന്ന് ആലൂർ സ്വദേശിയാണിവർ. നിലവിൽ അപ്പപ്പാറ പനവല്ലിയിൽ മകൾ പ്രിയയോടൊപ്പമാണ് താമസിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്നാണ് വിവരം. റോഡിൽ വെച്ച് കാട്ടാനയെ കണ്ട് വനത്തിലേക്ക് ഓടിയതാകാമെന്നും സൂചനയുണ്ട്. 24 വയനാട്. ക്രിസ്മസിന് ബെവ്കോയിൽ റെക്കോർഡ് വിൽപ്പന. 333 കോടിയുടെ മദ്യമാണ് ക്രിസ്മസ് ദിവസം വിറ്റത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 53 കോടി രൂപയുടെ അധികം വിൽപ്പനയാണ് നടന്നത്. 224 കോടിയുടെ മദ്യമാണ് ക്രിസ്മസ് തലേന്ന് വിറ്റത്. ക്രിസ്മസിനും തൊട്ടുമുമ്പുള്ള 3 ദിവസങ്ങളിലുമായി കേരളത്തിൽ വിറ്റഴിച്ചത് 791 കോടി രൂപയുടെ മദ്യമാണ്. ക്രിസ്മസ് കാലത്തെ റെക്കോർഡ് വിൽപ്പനയാണിതെന്ന് ബെവ്കോ MD ഹർഷിത് ആട്ടല്ലൂരി വ്യക്തമാക്കി. ഇക്കഴിഞ്ഞ ഓണക്കാലത്ത് 921 കോടി രൂപയുടെ മദ്യമാണ് വിറ്റത്. മലയാളികളുടെ പ്രിയപ്പെട്ട ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങിലെ സുനിൽ ദാസ് എന്ന സുനിൽ സ്വാമിയുടെ സാന്നിധ്യത്തെ ചൊല്ലി വിവാദം. കുടുംബത്തിന്റെ അനുമതിയില്ലാതെയാണ് ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങിന് സുനിൽ ദാസ് നേതൃത്വം നൽകിയത്. ദൈവമേ നിന്റെ സായുജ്യം പരേതാത്മാവിരേഖണേ, ഓരോന്നുല്ലൊന്നുമേ ഞങ്ങൾ പോയാൾക്കുള്ള ഗതാഗതം എല്ലാം നിന്നിൽ സമർപ്പിപ്പോ. ആരാണ് ഈ കർമ്മി? അന്തരിച്ച ശ്രീനിവാസന്റെ കുടുംബത്തിന് ഇയാളെ അറിയില്ല. കുടുംബം വേർപാടിന്റെ വേദനയിൽ നീറുമ്പോൾ അവരുടെ അനുമതിയില്ലാതെ സംസ്കാര ചടങ്ങിന്റെ കാർമ്മികത്വം സ്വയം ഏറ്റെടുത്തതാണ് സുനിൽദാസ്. കുടുംബം തീരുമാനിച്ച കർമ്മികളെ മറികടന്ന് സുനിൽദാസ് എന്ന സുനിൽ സ്വാമിയുടെ പ്രകടനമായിരുന്നു അവിടെ. ശ്രീയേട്ടൻ്റെ മരണാനന്തരം ഉണ്ടായ കർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് ഈ സുനിൽ സ്വാമി എന്ന സ്വാമി ആരും ക്ഷണിക്കാതെ അവിടേക്ക് കടന്നു ചെന്ന് ഈ പൂജയുടെയും കർമ്മത്തിൻ്റെയും മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുത്തു. നിങ്ങൾക്ക് സുനിൽദാസ് എന്ന സുനിൽ സ്വാമിയുടെ പുരാണം അറിയാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നല്ലൊരു സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിന് താമസം, ജയിലിലായിരുന്നു. പാലക്കാട് മുതലമട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മറവിൽ പലവിധ തട്ടിപ്പുകൾ നടത്തിയയാളാണ് ഈ സുനിൽദാസ്. കേരള പോലീസും തമിഴ്നാട് പോലീസും ഒക്കെ ഇയാൾക്കെതിരെ തട്ടിപ്പിന് കേസെടുത്തിട്ടുണ്ട്. നിരവധി തട്ടിപ്പ് കേസുകളിൽ സുനിൽദാസ് ജയിലിലും കിടന്നിട്ടുണ്ട്. പല്ലശ്ശനയിലെ സഹകരണ ബാങ്ക് ജീവനക്കാരനായിരുന്ന സുനിൽദാസാണ് പിന്നീട് സുനിൽ സ്വാമിയായി മാറിയത്. വൈകാതെ സ്വന്തം വീട് ആസ്ഥാനമാക്കി സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കി തട്ടിപ്പിന് തുടക്കമിട്ടു. പ്രമുഖരെ മുതലമടയിൽ എത്തിച്ചാണ് സുനിൽദാസ് ആളുകളുടെ വിശ്വാസം മുതലെടുത്തത്. ഇത്തരം തട്ടിപ്പുകാർക്കെതിരെ നിലപാടെടുത്ത ശ്രീനിവാസന്റെ അന്ത്യകർമ്മങ്ങൾക്ക്
അനുമതിയില്ലാതെ നേതൃത്വം നൽകിയതിൽ കുടുംബാംഗങ്ങൾ അസംതൃപ്തരാണ്. ഈ പരിപാടി നമ്മൾ സംപ്രേഷണം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ വീണ്ടും ശ്രീനേട്ടൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് അവരുടെ പൂർണ്ണ അനുമതിയോടെയാണ് ഈ വാർത്ത നമ്മൾ പുറത്തുവിടുന്നത്. മാത്രമല്ല ഈ സുനിൽ സ്വാമിയോട് പ്രതികരിക്കാൻ പല ആളുകളും അപ്പോൾ തയ്യാറാണെങ്കിലും ഇത്തരം ഒരു മരണാനന്തര ചടങ്ങിൽ, അതും ശ്രീനേട്ടൻ്റെ മരണാനന്തര ചടങ്ങിൽ അലോസരം ഉണ്ടാക്കരുതെന്ന് കരുതിയാണ് പലരും പിൻവാങ്ങിയത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അവിടെ ഒരു കാര്യം മാത്രം, ഒരു സമ്മാനം മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. തൻ്റെ ഏറ്റവും പ്രിയങ്കരനായ തൻ്റെ പിതാവ് നഷ്ടപ്പെട്ട ദുഃഖത്തിൽ കനീഭവിച്ച വല്ല ഇല്ലാതായി നിൽക്കുന്ന ധ്യാൻ ശ്രീനിവാസൻ മാത്രമാണ് അയാളുടെ ചെവിയിൽ പോട എന്ന് പറഞ്ഞത്. എന്നിട്ടും ആ വിളി ചെവിയിൽ മുഴങ്ങിയിട്ടും ഈ സുനിൽസ്വാമി ഇറങ്ങിപ്പോകില്ല. കാരണം സുനിൽസ്വാമിക്ക് അവിടെ നിൽക്കാൻ സുനിൽസ്വാമിക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. 24 കൊച്ചി. കാര്യവട്ടം ക്രിക്കറ്റ് ആവേശത്തിൽ ഇന്ത്യ ശ്രീലങ്ക മൂന്നാം വനിതാ ട്വന്റി മത്സരം ഉടൻ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ടീമുകൾ എത്തിയിട്ടുണ്ട്. അനിൽ വാസുദേവ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അനിൽ, പൂർണ്ണമായി ക്രിക്കറ്റ് ആവേശത്തിലേക്ക് കാര്യവട്ടം മാറിക്കഴിഞ്ഞു. വിവരങ്ങൾ, വിശദാംശങ്ങൾ അനിൽ വാസുദേവ്. ശരിയാണ് റീജിത്ത്, ആദ്യമായി വിരുന്നെത്തുന്ന അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റ് ആവേശമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കാര്യവട്ടം. തിരുവനന്തപുരം എന്തായാലും സ്റ്റേഡിയത്തിലേക്ക് ഏതാണ്ട് ആരാധകരൊക്കെ തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വനിതാ ക്രിക്കറ്റ് ആയതുകൊണ്ട് തന്നെ ആരാധകർ പുരുഷ ക്രിക്കറ്റ് പോലെ ഒരു തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയം കാണില്ലെങ്കിൽ പോലും 7000 മുതൽ 8000 പേരെ ആരാധകരെ സ്റ്റേഡിയത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ ആഘോഷം, ആവേശം തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ക്രിസ്മസ്, ന്യൂ ഇയർ അവധിക്കാലമാണ്, അതുകൊണ്ട് ധാരാളം ഫാമിലീസൊക്കെ തന്നെ വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. ഇന്നൊരു വെള്ളിയാഴ്ചയൊക്കെ തന്നെയാണ്. പക്ഷേ ഞായറാഴ്ചത്തെ മത്സരത്തിനായിരിക്കും ഒരുപക്ഷെ ഇതിനപ്പുറത്തേക്ക് ആളുകൾ എത്തുക എന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത്. ആകെ 3 മത്സരങ്ങളാണ് ഈ പരമ്പരയിൽ. 5 മത്സരങ്ങളുണ്ട്. അതിൽ 3 മത്സരങ്ങൾക്കാണ് കാര്യവട്ടം വേദിയാവുന്നത്. ഇന്നത്തെ മത്സരം, ഒപ്പം തന്നെ 28, 30 തീയതികളിലാണ് മറ്റ് മത്സരങ്ങൾ. ഇന്നത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം. വിശാഖപട്ടണത്തിൽ നടന്ന 1-2 ട്വന്റി-ട്വന്റികൾ ഇന്ത്യ ആധികാരികമായി അനായാസമായി ജയിച്ചിരുന്നു. ഇന്നത്തെ മത്സരത്തിൽ കൂടി അത്തരമൊരു ജയം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി മത്സരം തുടങ്ങാൻ ഏതാനും കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 7 മണിക്കാണ് മത്സരം തുടങ്ങുക, 6:30ക്കാണ് ടോസ്. ഇന്ത്യൻ 11-ൽ ആരൊക്കെ ഉണ്ടാകുമെന്നതിനാണ് ആരാധകർ ഏറ്റവും കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു നിരാശപ്പെടുത്താവുന്ന വാർത്ത വന്നേക്കാവുന്ന കാര്യം, ലോകകപ്പിലെ ഹീറോ ജമീമ റോഡ്രിഗ്സ്. ക്രിക്കറ്റ് ആവേശത്തിലാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. അനിൽ വാസുദേവ് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വളരെ പെട്ടെന്ന് നമുക്ക് ഇടവേളയിലേക്ക് കടക്കേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തും. ഷോർട്ട് ബ്രേക്ക്. മണ്ഡലപൂജയോടനുബന്ധിച്ചുള്ള തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തെത്തിയിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന അല്പസമയത്തിനകം നടക്കും. നാളെയാണ് മണ്ഡലപൂജ. ശരണമന്ത്രങ്ങളാൽ മുഖരിതമാകുന്നു സന്നിധാനം. 41 ദിവസം നീണ്ട മണ്ഡലകാലം പൂർത്തിയാക്കി ശബരിമലയിൽ നാളെ ആ മണ്ഡലപൂജ നടക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന ഇന്ന് നടക്കും. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുള്ള ഘോഷയാത്ര ഇതാ സന്നിധാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ദേവസ്വം മന്ത്രിയും ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും ചേർന്ന് സ്വീകരിച്ച് സോപാനത്തിലെത്തിക്കുന്ന തങ്കയങ്കി തന്ത്രിയും മേൽശാന്തിയും ചേർന്നാണ് ശ്രീകോവിലേക്ക് കൊണ്ടുപോവുക. തുടർന്ന് ദീപാരാധന നടക്കും. സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുജിത്, തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുന്നു. ഏവരും കാത്തിരുന്ന നിമിഷം. ശരണമന്ത്രങ്ങളാൽ മുഖരിതമാകുന്നു സന്നിധാനം. വിവരങ്ങൾ സുജിത്. തീർച്ചയായും റിജിത്ത് പറഞ്ഞതുപോലെ തന്നെ ശരണമന്ത്രമുഖരിതമായ ശബരിമല സന്നിധാനത്തേക്ക് തങ്കയങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര എത്തിയിരിക്കുന്നു. കർപ്പൂരാഴിയുടെയും തീവട്ടിയുടെയും വാദ്യമേളങ്ങളുടെയും ഒക്കെ അകമ്പടിയോടുകൂടിയാണ് തങ്കയങ്കി ഘോഷയാത്രയെ ശരംകുത്തിയിൽ നിന്നും സ്വീകരിച്ചുകൊണ്ട് ദേവസ്വം അധികൃതർ സന്നിധാനത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കുന്നത് പേടകത്തിലാണ് പേടകത്തിൽ തങ്കയങ്കി വഹിച്ചുള്ള ഘോഷയാത്ര ഇപ്പോൾ സന്നിധാനത്ത് 18ാം പടിക്ക് ചുവട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ 18ാം പടി കടന്ന് കൊടിമര ചുവട്ടിലേക്ക് എത്തുമ്പോൾ കൊടിമര ചുവട്ടിൽ ദേവസ്വം അധികൃതർ, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ, അതുപോലെ ദേവസ്വം ബോർഡ് മെമ്പർമാർ ഒക്കെ ചേർന്നുകൊണ്ടാകും ഈ ഘോഷയാത്ര, ഈ തങ്കയങ്കിയെ സ്വീകരിക്കുക. കൊടിമര ചുവട്ടിൽ നിന്നും ബലിക്കൽപുര കടന്ന് നമസ്കാര മണ്ഡപം വഴി സോപാനത്തിലേക്കെത്തും. സോപാനത്തിലേക്കെത്തുമ്പോൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്നുകൊണ്ട് ഈ തങ്കയങ്കിയെ ഏറ്റുവാങ്ങി ശ്രീകോവിലേക്ക് എത്തിക്കും. അതിനുശേഷം ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഇത്രയേറെ ഭക്തർ കാത്തിരുന്ന ആ ദിവസമാണ് ഇന്ന്. ഒരു മണ്ഡലകാലത്തിന്, മണ്ഡല തീർത്ഥാടനത്തിന് പൂർത്തീകരണത്തിലേക്ക് എത്തുന്ന വേള, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേള. ആ ദീപാരാധന ദർശിക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. നമുക്കിപ്പോൾ മുഖരിതമായ ശബരിമല സന്നിധാനത്ത് 18 പടികൾ കടന്ന തങ്കയങ്കി ഘോഷയാത്ര, തങ്കയങ്കി സന്നിധാനത്തേക്ക് എത്തുന്ന ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കർപ്പൂരങ്ങൾ തെളിഞ്ഞു കത്തുന്നു. ഒപ്പം ഭക്തരുടെ ശരണം വിളികൾ മുഴങ്ങുന്നു. എങ്ങും എവിടെയും 18 മലകളും കേൾക്കുന്ന, 18 മലകളിലും അലയടിക്കുന്ന ശബരീശ
ശരണം വിളികളാണ് മുഴങ്ങിക്കേൾക്കുന്നത്. ഇപ്പോൾ ഇനി ഇനി നമ്മുടെ ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു സമയമാണ്, ആ ഒരു സന്ദർഭമാണ്, മുഹൂർത്തമാണ്. അതിനുശേഷം ദീപാരാധനയ്ക്ക് ശേഷം ഇനി ദീപാരാധനയ്ക്ക് ശേഷമാകും ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുക. തൊഴുകൈകളോടെ ശരണം വിളികളോടെ ഭക്തർ കാത്തിരുന്ന ആ സമയമാണ് തങ്കയങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിയത്. ഇന്ന് വിവിധ 3 ദിവസങ്ങളിലായി ഈ തങ്കയങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര കടന്ന് വിവിധ ക്ഷേത്രങ്ങളിലൂടെ കടന്നെത്തി ലാഹയിലെത്തി. അതിനുശേഷം ലാഹയിൽ നിന്നും പ്ലാപ്പള്ളിയിലും നിലയ്ക്കലും കടന്ന് ഉച്ചയോടുകൂടി ചാലക്കയത്തേക്ക് എത്തി. അവിടെ നിന്നും പമ്പയിലെത്തി വിശ്രമിച്ച ശേഷമാണ് 3 മണിയോടുകൂടി സന്നിധാനത്തേക്ക് തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെട്ടത്. അങ്ങനെ 5:30 ശരംകുത്തിയിലേക്ക് എത്തിയത്. ശരംകുത്തിയിൽ ദേവസ്വം അധികൃതർ ചേർന്നുകൊണ്ടാണ് ഈ തങ്കയങ്കി ഘോഷയാത്രയെ സന്നിധാനത്തേക്ക് സ്വീകരിച്ച് ആനയിച്ചത്. അവിടെ നിന്നുമാണ് ഇപ്പോൾ നടപ്പന്തൽ കടന്ന് 18ാം പടി കടന്ന് കൊടിമര ചുവട്ടിലേക്ക് ഇപ്പോൾ തങ്കയങ്കി എത്തിയിരിക്കുന്നത്. ഇവിടെ ദേവസ്വം അധികൃതർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരൊക്കെ ചേർന്നുകൊണ്ട് സ്വീകരിക്കുകയാണ്. ഹാരങ്ങൾ ആ തങ്കയങ്കിയുടെ മുകളിലേക്ക് ഭക്തർ അർപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ പേടകം വഹിച്ചുകൊണ്ടുള്ള ഇപ്പോൾ സന്നിധാനത്ത് കൊടിമര ചുവട്ടിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ തീവട്ടികൾ, അതുപോലെ തന്നെ കർപ്പൂരാഴിയും ഒക്കെ തന്നെ അകമ്പടിയായി എത്തി. വാദ്യമേളങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം ഭക്തരൊക്കെ തന്നെ ശരണം വിളിച്ചുകൊണ്ടാണ് ഈ തങ്കയങ്കി ഘോഷയാത്രയെ ഓരോ ഇടങ്ങളിലും സ്വീകരിച്ചത്. ഇനി ഉള്ളിലേക്ക് ശ്രീലകത്തേക്ക് ഈ തങ്കയങ്കി എത്തിക്കുകയാണ്. അതിനുശേഷമാകും ആ തങ്കയങ്കി ചാർത്തിയുള്ള വിശേഷാൽ ദീപാരാധന നടക്കുക. 1973 തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്നതിന് വേണ്ടി 420 പവൻ തൂക്കമുള്ള തങ്കയങ്കി അയ്യപ്പന് സമർപ്പിച്ചത്. അതിനുശേഷം ഈ തങ്കയങ്കി ആറന്മുള ക്ഷേത്രത്തിലാണ് സൂക്ഷിക്കാറുള്ളത്. അവിടെ നിന്നുമാണ് ഈ മണ്ഡലപൂജയുടെ സമാപന ദിവസത്തേക്ക് ചാർത്തുന്നതിന് വേണ്ടിയുള്ള അവിടെ ഘോഷയാത്രയായി സന്നിധാനത്തേക്ക് എത്തിക്കാറുള്ളത്. നമുക്കറിയാം, തിരുവാഭരണങ്ങൾ പന്തളം കൊട്ടാരത്തിലും തങ്കയങ്കി ആറന്മുളയിലുമാണ് സൂക്ഷിക്കാറുള്ളത്. മകരവിളക്ക് ദിനങ്ങളിൽ, മകരസംക്രമ പൂജ വേളകളിൽ മകരസംക്രമത്തിന് അയ്യപ്പന് ദീപാരാധന നടക്കുമ്പോൾ തിരുവാഭരണം ചാർത്തിയാണ് ദീപാരാധനയെങ്കിൽ മണ്ഡലപൂജയ്ക്ക് തലേ ദിവസമുള്ള ദിവസം ആ ദീപാരാധനയ്ക്ക് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയാണ് നടക്കാറുള്ളത്. ഇങ്ങനെ വിശേഷങ്ങൾ ഏറെയുള്ള, വ്യത്യസ്തതകൾ ഏറെയുള്ള ക്ഷേത്രമാണ് ശബരിമല. ആ ആചാര പെരുമ കൊണ്ട് ഏറെ പ്രൗഢിയുള്ള ക്ഷേത്രമാണ് ശബരിമല. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ ഒന്നാണ് ഇത്തരത്തിൽ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയും തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡല പൂജയും എന്നുള്ളതാണ്. നാളെ 10:10 അതുപോലെ 11:30 ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡല പൂജ നടക്കുക. ഉച്ചപൂജയുടെ ഭാഗമായി, ഉച്ചപൂജയോടനുബന്ധിച്ചാണ് മണ്ഡല പൂജ നടക്കാറുള്ളത്. വിവിധ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒക്കെ തന്നെ നേതൃത്വത്തിലാണ് തങ്കയങ്കി ഘോഷയാത്രയെ സന്നിധാനത്തേക്ക് സ്വീകരിക്കുകയും ചെയ്തത്. പ്രധാനപ്പെട്ട പോലീസ് ശബരിമലയിലെ കോർഡിനേറ്റർ ADGP ശ്രീജിത്ത് ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുകയും ഈ പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ശബരിമല സ്പെഷ്യൽ ഓഫീസർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് ഈ സുരക്ഷ, തങ്കയങ്കി ഘോഷയാത്രയ്ക്കുള്ള സുരക്ഷയൊക്കെ തന്നെ ഒരുക്കിയിരുന്നത്. ഏതായാലും ഇപ്പോൾ സന്നിധാനത്തേക്ക് തങ്കയങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര എത്തി. ഇപ്പോൾ ശ്രീലകത്തേക്ക് തങ്കയങ്കി കൊണ്ടുപോയിരിക്കുന്നു. തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ആ തങ്കയങ്കി ഏറ്റുവാങ്ങി സന്നിധാനത്തേക്ക്, ശ്രീലകത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനുശേഷം ഭക്തർ കാത്തിരിക്കുന്ന ആ അസുലഭ വേള ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് ശബരിമലയിലേക്ക് ഇപ്പോൾ തങ്കയങ്കി എത്തിയിരിക്കുന്നത്. സന്നിധാനത്തേക്ക് തങ്കയങ്കി എത്തിയിരിക്കുന്നത്. ആറന്മുള ക്ഷേത്രത്തിൽ നിന്നാണ് തങ്കയങ്കി മണ്ഡല പൂജയ്ക്ക് ചാർത്താനുള്ള തങ്കയങ്കിയുമായി ഇപ്പോൾ ഈ ഘോഷയാത്ര എത്തിയത്. വിവരങ്ങളുമായി സുജിത് സുരേന്ദ്രൻ ശബരിമലയിൽ തുടരുന്നുണ്ട്, സന്നിധാനത്ത് തുടരുന്നുണ്ട്. സുജിത്, പറയൂ. മണ്ഡല പൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുള്ള ഘോഷയാത്രയാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നിരവധി ഭക്തർ ഇതിന് അകമ്പടി സേവിച്ചിരുന്നു. ശരംകുത്തിയിലെത്തി, തുടർന്ന് സന്നിധാനത്തേക്ക് ഈ തങ്കയങ്കിയെ ആനയിച്ച് കൊണ്ടുവരികയാണ് ചെയ്തത്. നാളെ രാവിലെ 10:10 11:30 ഇടയിലാണ് മണ്ഡല പൂജ. തങ്കയങ്കി വഹിച്ചുള്ള ഘോഷയാത്ര കടന്നു വരികയാണ്.
ചരിത്ര പഴമ ഉള്ള തങ്കയങ്കിയാണ്. ഇത് ആറന്മുള ക്ഷേത്രത്തിൽ നിന്നാണ് ശബരിമലയിലേക്ക് ഈ തങ്കയങ്കി കൊണ്ടുവരുന്നത്. തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ശബരിമലയിൽ സമർപ്പിച്ചതാണ് 451 പവൻ തൂക്കം വരുന്ന തങ്കയങ്കി. തങ്കയങ്കിയാണ് മണ്ഡല പൂജയ്ക്ക് അണിയിക്കുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് സുജിത് സുരേന്ദ്രൻ തുടരുന്നു. സുജിത്ത്. പറഞ്ഞതുപോലെ തന്നെ ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് ശബരിമല അയ്യപ്പന് സമർപ്പിച്ച തങ്കയങ്കി, ആ തങ്കയങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര ഇന്ന് ഉച്ചയോടുകൂടിയാണ് പമ്പയിലേക്ക് എത്തിയത്. അവിടെ നിന്നും ഉച്ചവിശ്രമത്തിന് ശേഷമാണ് സന്നിധാനത്തേക്ക് പുറപ്പെട്ടത്. ശരംകുത്തിയിലെത്തിയ തങ്കയങ്കി ഘോഷയാത്രയെ ശബരിമലയിൽ നിന്നും പ്രധാനപ്പെട്ട നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എത്തിയാണ് ശരംകുത്തിയിൽ നിന്നും ആചാരപരമായ വരവേൽപ്പ് നൽകി സന്നിധാനത്തേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ നടപ്പന്തലിലേക്ക് എത്തി. നടപ്പന്തലിൽ നിന്നും സന്നിധാനത്തേക്ക് 6:25 കൂടിയാണ് എത്തിയപ്പോൾ തീവെട്ടികളും അതുപോലെ തന്നെ കർപ്പൂരാഴിയുടെയും ഒക്കെ അകമ്പടിയോടുകൂടിയാണ് സന്നിധാനത്തേക്ക് ഈ തങ്കയങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര എത്തിയത്. അപ്പോൾ കർപ്പൂര ദീപങ്ങൾ തെളിയുകയും ശരണമന്ത്ര മുഖരിതമാവുകയുമായിരുന്നു സന്നിധാനം. അതിനുശേഷം കൊടിമര ചുവട്ടിൽ ദേവസ്വം അധികൃതർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് മെമ്പർമാരും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഈ തങ്കയങ്കി സ്വീകരിച്ചത്. അതിനുശേഷം ബലിക്കൽപുര കടന്ന് നമസ്കാര മണ്ഡപം കടന്ന് സോപാനത്തിലേക്ക് എത്തിച്ചു. സോപാനത്തിൽ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഈ തങ്കയങ്കി ഏറ്റുവാങ്ങിക്കൊണ്ട് ശ്രീലകത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഇനി കാത്തിരിക്കുന്ന ആ അസുലഭമായ നിമിഷമാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയാണ്. ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായ ചടങ്ങുകളിൽ ഒന്ന് തന്നെയാണ് മണ്ഡലപൂജ വേളയിൽ മണ്ഡലപൂജ തലേ ദിവസം, മണ്ഡലപൂജയ്ക്ക് തലേ ദിവസമായിട്ടുള്ള ഈ ദീപാരാധന. വിശേഷാൽ ദീപാരാധന തന്നെയാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന. നമുക്കറിയാം ശബരിമലയിൽ മണ്ഡലപൂജ 41 ദിവസം നീണ്ടു നിൽക്കുന്ന മണ്ഡലകാലം. ആ മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് മണ്ഡലപൂജ നടക്കാറുള്ളത്. ആ മണ്ഡലപൂജ വേളയിലും അയ്യപ്പന് ഇത്തരത്തിൽ തങ്കയങ്കി ചാർത്തിയാകും വിശേഷാൽ പൂജ, മണ്ഡലപൂജ നടക്കുക. ആ മണ്ഡലപൂജ ദർശിക്കുന്നതിനും അതുപോലെ ഈ ഇന്നത്തെ വിശേഷാൽ ദീപാരാധന തൊഴുന്നതിനും വേണ്ടി നിരവധി ഭക്തരാണ് സന്നിധാനത്തേക്ക് ഒഴുകിയെത്താറുള്ളത്. പക്ഷേ ഭക്തർക്ക് ഇന്ന് ഉച്ചയോടുകൂടി പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടന്നു വരുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ ദീപാരാധനയ്ക്ക് ശേഷമാകും സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടുക. ഒപ്പം തന്നെ നിലയ്ക്കലിൽ നിന്നും 11 മണിയോടുകൂടി തന്നെ ഭക്തരെ കടത്തിവിടുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ശരംകുത്തിയിൽ വരെ ഭക്തരെ കടത്തിവിടും. ദീപാരാധനയ്ക്ക് ശേഷമാകും ശരംകുത്തിയിൽ നിന്നും ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുക. എന്തായാലും ഇനിയുള്ള മണിക്കൂറുകളിൽ ഭക്തർക്ക് ദീപാരാധന കഴിഞ്ഞ് ഉള്ള വേളയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തിയുള്ള രൂപം ദർശിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ മണ്ഡലപൂജ സമാപന വേളയിൽ മണ്ഡലപൂജ കാലത്ത് ഈ ദിവസങ്ങളിൽ ഇന്നും നാളെയും തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പ ദർശനമാണെങ്കിൽ മകരവിളക്ക് ഉത്സവ കാലത്താണ് തിരുവാഭരണം ചാർത്തി ഭക്തർക്ക് അയ്യപ്പനെ ദർശിക്കാൻ സാധിക്കുക. ഇപ്പോൾ ദീപാരാധന സമയമാണ്. സന്നിധാനത്തേക്ക് തങ്കയങ്കി എത്തിച്ചിരിക്കുന്നു. ഇനി ആ തങ്കയങ്കി ചാർത്തിയുള്ള വിശേഷാൽ ദീപാരാധനയാണ്. ആ ദീപാരാധന ദർശിക്കുന്നതിന് വേണ്ടി നിരവധി പേർ ഇപ്പോൾ സന്നിധാനത്തുണ്ട്. ദേവസ്വം ജീവനക്കാരടക്കമുള്ളവരാണ് സന്നിധാനത്ത് ഉള്ളത്. പോലീസ് ഉദ്യോഗസ്ഥർ, അതുപോലെ ദേവസ്വം ജീവനക്കാർ ഒക്കെ തന്നെ ആ ഒരു ദീപാരാധന ദർശിക്കുന്നതിന് വേണ്ടി ഭക്തിപുരസരം അയ്യപ്പ മന്ത്രങ്ങളോടുകൂടി സന്നിധാനത്ത് കാത്തിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിവിധ ക്ഷേത്രങ്ങളിൽ പര്യടനം നടത്തി ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഈ തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് വലിയ രീതിയിലുള്ള സ്വീകരണം നൽകിയിരുന്നു. ഇന്ന് രാവിലെ ലാഹയിലേക്ക് എത്തുകയും ലാഹയിൽ നിന്നുമാണ് പിന്നീട് ചാലക്കയം അതുപോലെ പമ്പയിലേക്കൊക്കെ തന്നെ ഈ തങ്കയങ്കി ഘോഷയാത്ര എത്തിയത്. ഏതായാലും സന്നിധാനം ഭക്തിസാന്ദ്രമാണ്. ശരണമന്ത്രങ്ങളോടുകൂടി ഭക്തർ ആ ദീപാരാധനയ്ക്കുള്ള കാത്തിരിപ്പിലാണ്. ദിലീപ് കുമാർ. ശരണാരവങ്ങളിൽ തങ്കയങ്കി ഘോഷയാത്ര ഇപ്പോൾ സന്നിധാനത്തെത്തിയിരിക്കുകയാണ്. ആറന്മുള ക്ഷേത്രത്തിൽ നിന്നാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാണ് ഈ തങ്കയങ്കി ഘോഷയാത്ര അതിൻ്റെ പ്രയാണം തുടങ്ങിയത്. ഇപ്പോൾ സന്നിധാനത്തെത്തിയിരിക്കുന്നു. മണ്ഡലപൂജയ്ക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് നാളെ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കിയുമായി തിരുവിതാംകൂറിലെ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് സമർപ്പിച്ച 452 പവൻ തൂക്കം വരുന്ന തങ്കയങ്കിയുമായാണ് ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നത്. നിരവധി ഭക്തരാണ് ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിലേക്ക് ഈ ഘോഷയാത്രയെ പിന്തുടർന്ന് ഘോഷയാത്രയ്ക്കൊപ്പം എത്തിയിരിക്കുന്നത്.
സുജിത് സുരേന്ദ്രൻ തുടരുന്നുണ്ട് സന്നിധാനത്ത് നിന്ന്. സുജിത്, പറയൂ. ഇനി അല്പസമയം മാത്രമാണ് ദീപാരാധനയ്ക്ക് ബാക്കിയുള്ളത്. ഇനിയിപ്പോൾ ശ്രീലകം തുറക്കുമ്പോൾ ആ തങ്ക വിഗ്രഹത്തിൽ ഈ തങ്കയങ്കി ചാർത്തിയുള്ള രൂപമാകും, അയ്യപ്പ രൂപമാകും ഭക്തർക്ക് ദർശിക്കാൻ സാധിക്കുക. വലിയ തിരക്കാണ് സന്നിധാനത്ത് ഈ തീർത്ഥാടന കാലത്തും അനുഭവപ്പെട്ടത് എന്നുള്ളതാണ്. ഈ തീർത്ഥാടന കാലം പിന്നിടുമ്പോൾ, ഈ മണ്ഡലകാലം പിന്നിടുമ്പോൾ ഭക്തരുടെ എണ്ണം 30 ലക്ഷമാണ് പിന്നിട്ടത്. ഡിസംബർ 25 വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ 30,1532 പേരാണ് ദർശനം നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിസംബർ 25 വരെ 2023 28.42 ലക്ഷം ഭക്തരാണ് എത്തിയെങ്കിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു വർധനവ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ശബരിമല വരുമാനത്തിലടക്കം വലിയ രീതിയിലുള്ള വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഈ ദീപാരാധനയ്ക്ക് ശേഷം അയ്യപ്പനെ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തി ദർശിക്കാനാകും. അതിനുശേഷം നാളെയും ഇത്തരത്തിൽ ദർശനമുണ്ടാകും. നെയ്യഭിഷേകത്തിനൊക്കെ തന്നെ നിയന്ത്രണങ്ങൾ ഇന്ന് ഉണ്ട്. അതുപോലെ തന്നെ നാളെ 9:30 വരെ മാത്രമാകും നെയ്യഭിഷേകം നടക്കുക. ഒപ്പം ഭക്തർ കടത്തിവിടുന്നതിനും നിയന്ത്രണമുണ്ട്. വെർച്വൽ ക്യൂ വഴി ഇന്ന് 35,000-ഉം നാളെ 30,000 പേർക്കും മാത്രമാണ് ദർശനം വെർച്വൽ ക്യൂ വഴി ലഭിക്കുക. 2,000 മാത്രമാകും സ്പോട്ട് ബുക്കിംഗ് ഉള്ളത്. 10,000 വരെ സ്പോട്ട് ബുക്കിംഗ് കടന്നിരുന്നു. അതിനുശേഷം അത് 5,000-ഉം ആക്കി മാറ്റിയിരുന്നു. പക്ഷേ ഇന്നും നാളെയും 2,000 പേർക്ക് മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് വഴി സന്നിധാനത്തേക്ക് പ്രവേശനം ലഭിക്കുക. ഏതായാലും ഈ വലിയ തിരക്കിലമർന്ന സന്നിധാനത്തെ കാഴ്ചകളായിരുന്നു നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണാൻ സാധിച്ചത്. ഇന്ന് ഈ തങ്കയങ്കി ചാർത്തി അയ്യപ്പ രൂപം ദർശിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സന്നിധാനത്തേക്ക് എത്തി പല ഭാഗങ്ങളിലായി വിരിവെച്ച് കാത്തിരിക്കുന്ന അയ്യപ്പന്മാരെയും